ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ബ്യൂട്ടി വ്ളോഗുമായിട്ട് വെനസ്ഡേ എത്തിയിരിക്കുവാണ്. ഞാൻ കുറേ നാളായിട്ട് ബ്യൂട്ടി വ്ളോഗും ചെയ്യുന്നില്ല, എല്ലാം മുടങ്ങി കിടക്കുകയാണ്. പക്ഷെ ഇന്നിപ്പോഴത്തെ ഫുൾ തയ്യാറെടുപ്പിലെത്തിയിരിക്കുകയാണ്, മുടിയെല്ലാം കെട്ടി വെച്ച് ഹെഡ് ബാൻഡൊക്കെ ആയിട്ട്. മനസ്സിലായല്ലോ ഫേസിലുള്ള പരിപാടിയാണെന്ന്. എന്തായാലും നമ്മളിൽ ആരാണ് ആഗ്രഹിക്കാത്തത്? നല്ല സ്കിന്ന് വേണം, എന്താ പറയുക, നല്ല തലമുടി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എല്ലാവരും, അല്ലേ? അപ്പോൾ പുറമേ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും ഉള്ളിൽ കഴിക്കുന്ന കാര്യങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മുടെ സെൽഫ് കെയർ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഇതാരെയും കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല, പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുമ്പോൾ, അതായത് നീറ്റ് ആൻഡ് ക്ലീനും ആയിരിക്കണം കേട്ടോ. കുളി, അങ്ങനത്തെ കാര്യങ്ങൾ, പേഴ്സണൽ ഹൈജീന്, പിന്നെ നമ്മുടെ ഡ്രസ്സ്, ഒരുപാട് വില കൂടിയ ഡ്രസ്സൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെങ്കിലും ഒരു ടേസ്റ്റ്ഫുള്ളി ഡ്രസ്സ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. സിമ്പിൾ സാരിയോ ഒരു സിമ്പിൾ ഡ്രസ്സാണെങ്കിലും നമുക്ക് ചേരുന്നതായിരിക്കണം. അതിപ്പോൾ എല്ലാവർക്കും ചേരണം എന്നില്ല, ഓരോരുത്തരുടെയും ബോഡി സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അയ്യോ ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ അറിയാതെ ഉടുപ്പ് പിടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അയ്യോ ഇത് ടൈറ്റാണോ ലൂസാണോ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ. കളറ് ശരിയാവുമോ, നമുക്ക് ചേരുമില്ലേ, ആൾക്കാരെങ്ങനെ നോക്കുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ച കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് തോന്നണം നമുക്കത് നല്ലതാണ്, നമ്മളത് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമ്മൾ കോൺഫിഡൻ്റ് ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് ധാരാളം ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡെർമറ്റോളജിസ്റ്റുകളെ പോയി കണ്ടു കഴിഞ്ഞാൽ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറുപ്പം നിലനിർത്താനായിട്ടുള്ള ഒരുപാട് എന്താ പറയുക, സ്കിൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് കിട്ടും. പിന്നെ വൈറ്റമിൻ സി ഒക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് സ്കിന്നിൽ കൊടുക്കാൻ പറ്റുന്ന ഹൈറലോണിക് ആസിഡും, പിന്നെ എന്താ പറയുക ഗ്ലൂത്തത്തിയോൺ, ഇങ്ങനത്തെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് എന്താ പറയുക ക്രീംസും ലോഷൻസും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഫില്ലേഴ്സ്, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതൊക്കെ ഇൻവേസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സാണ്. നമ്മുടെ സ്കിന്നിനകത്തേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സാണ്. അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അത് അത്തരം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാനോ അത്തരം ക്ലിനിക്കിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല. അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട് പൈസ ഉള്ളതുപോലെ നമ്മുടെ മനസ്സിന് നമുക്ക് അത്രയും കോൺഷ്യസ് ആണ്, നമ്മളങ്ങനെ ചെയ്താലേ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല. എന്താണ് നമുക്ക് നല്ലത് അത് നമ്മൾ ചൂസ് ചെയ്താൽ മതി. പക്ഷേ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യുന്ന ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും പറയാൻ പറ്റില്ല അതിനൊരു തെളിയിക്കപ്പെട്ടതാണോ എന്ന്. പക്ഷേ കാലാകാലങ്ങളായി നമ്മുടെ എന്താ പറയുക മുത്തശ്ശിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്നോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ചേരുവകളും പച്ചക്കറികളാണെങ്കിലും അങ്ങനത്തെ സീഡ്സ് ആണെങ്കിലും എല്ലാം നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ചെറിയൊരു ആയുർവേദത്തിൻ്റെയൊക്കെ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലെന്താണ് ഏത് റൂട്ട്സിൽ നല്ലത്, അതിൽ നിന്നൊക്കെ പല കാര്യങ്ങളിൽ നിന്നും ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ട്. അതിലൊരുപാട് നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കസ്തൂരി മഞ്ഞൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ കേൾക്കുന്നതല്ലേ നല്ലതാണ്. പാലിൻ്റെ പാല്, തൈര്, ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഓയിൽ സീഡ്സൊക്കെ ധാരാളം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്താൽ പുറമേ നിന്നുള്ള ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് കുറേ ഗുണങ്ങൾ കിട്ടും. പിന്നെ എന്താണെങ്കിലും ഇതൊരു ടെമ്പററി ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നൊരു ചേഞ്ച് ആയിരിക്കും. പക്ഷേ ഇത് ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം നിർബന്ധമായും നമ്മുടെ സ്കിന്നിൽ നമ്മുടെ കെയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോം റെമഡീസ് നിർബന്ധമായും ചെയ്യണം. എല്ലാ ആഴ്ചയിലും 3 ദിവസം. പിന്നെ ഡെയിലി പുരട്ടേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം നമുക്ക് ഗുണമായിട്ടും വരും. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. തലയ്ക്കും അത് തന്നെയാണ് ആവശ്യം, ഹെയറും. അതിൻ്റെ കെയർ എത്ര കൊടുക്കുന്നോ അതനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഇന്ന് ഞാൻ കുറേ കൂടി കയറ്റി വെച്ചിരിക്കുകയാണ്, മുടിയിലൊന്നും ആകാണ്ടിരിക്കുക. ഓക്കെ, ഇനി പറയട്ടെ. അതായത് സ്കിന്ന് നല്ല യൂത്ത്ഫുള്ളായിട്ടിരിക്കാൻ, അതാണ് നമുക്കൊരു പ്രായം അനുസരിച്ചിട്ട്. ഇപ്പോൾ ഒരു 10 വയസ്സ് പുറകോട്ട് പോയാൽ കുഴപ്പമുണ്ടോ? വിഷമമൊന്നുമില്ലല്ലോ, അല്ലേ? അപ്പോൾ നമ്മുടെ സ്കിന്നാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ സ്കിൻ ഒരുപാട് സാഗി ആയി പോയാൽ, തൂങ്ങിപ്പോയാൽ, ഒരുപാട് ഫൈൻ ലൈൻസും റിങ്കിൾസും വന്നാൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ പ്രായം നമ്മളെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ 50 വയസ്സായാലും 50 വയസ്സ് തോന്നിയില്ലെങ്കിൽ സന്തോഷമാണ്. 50 വയസ്സുള്ള ഒരാൾ 40 വയസ്സാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് വളരെ സന്തോഷമാണ്, അല്ലേ? 60 വയസ്സാകുമ്പോൾ 50 വയസ്സിൻ്റെ ഒരു യുവത്വം കിട്ടുന്നത് നല്ലതാണ്.
ഇപ്പോഴത്തെ കാലത്ത് 50 ഇതൊക്കെ നമ്പേഴ്സാണ് കേട്ടോ. 50 ആയാലും 60 ആയാലും നമ്മളെങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നു, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മെൻറ്റൽ ആറ്റിറ്റ്യൂഡ്. നമ്മൾ വളരെ യൂത്ത്ഫുള്ളായിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകളും വളരെ യൂത്ത്ഫുള്ളായിട്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്കൊരു എക്സ്പെരിമെൻ്റൽ മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, അത്രേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സൗന്ദര്യം നമുക്ക് കാത്തു സൂക്ഷിക്കാം. നമ്മുടെ സൗന്ദര്യം നമ്മുടെ കണ്ണിലാണ്, മറ്റുള്ളവരുടെ കണ്ണിലാണെന്ന് ഞാൻ പറയില്ല. നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെയാണ് ബ്യൂട്ടി. പിന്നെന്താ വേണ്ടതല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ഫോർമുലയുമായിട്ട് ഞാൻ വന്നിരിക്കുവാണ്. അതായത് ഒരു 10 വയസ്സ് കുറഞ്ഞിരുന്നാൽ വിഷമം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ല യൂത്ത്ഫുൾ, റേഡിയൻറ്റ്, ഗ്ലോയിങ്, യങ് സ്കിന്ന്, നല്ലൊരു യൂത്ത്ഫുൾ അപ്പിയറൻസ്, ഒരു 10 വയസ്സ് കുറയാനുള്ളൊരു പാക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോണേ. ഇത് ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ മതി. വളരെയധികം റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. കുറച്ച് പ്രധാന കാര്യം ഫ്ലാക്സ് സീഡാണ്. ഒന്ന് ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീഡ് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, ഇങ്ങനെ പാക്കറ്റിൽ കിട്ടും ഫ്ലാക്സ് സീഡ്. ഓക്കെ, ചെറിയ തരികളാണ്, ചെറിയ സീഡാണ്, കുഞ്ഞ് സീഡ്സ് കണ്ടില്ലേ? ഈ കുഞ്ഞ് സീഡെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറുതായി കാണണ്ട. നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ് ഈ ഒരു ഫ്ലാക്സ് സീഡ്. ഇത് ഉള്ളിൽ കഴിച്ചാലും നല്ലതാണ്, പുറമേ അപ്ലൈ ചെയ്താലും നല്ലതാണ്. ഇതിൽ ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഗുണം ചെയ്യും. അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നാച്ചുറലായിട്ടുള്ള വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കൊളാജൻ പ്രൊഡക്ഷൻ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് ഈ കാര്യങ്ങളെല്ലാം. കൊളാജൻ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണ് കൊളാജൻ. അത് നമുക്ക് പ്രായം ഏറി വരുംതോറും അത് കുറഞ്ഞു വരും. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ കഴിച്ചാലും നല്ലതാണ്, പുറമേ അപ്ലൈ ചെയ്താലും നല്ലതാണ് ഈ കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഫ്ലാക്സ് സീഡ് പൗഡർ ഫോം ആക്കി വെച്ചിട്ട് സാലഡ്സിൽ മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഈ പാൻ കേക്സിലൊക്കെ മിക്സ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് പുഡിങ്സിലൊക്കെ വേണമെങ്കിൽ അത് ഇങ്ങനെ ഇടാം. പിന്നെ ഞാനൊരു ബയോട്ടിൻ പൗഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് എല്ലാ ദിവസവും പാലിലൊക്കെ ഇട്ട് കലക്കി കുടിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിലും ഇത് പൊടിക്കുന്ന കൂട്ടത്തിൽ ഫ്ലാക്സ് സീഡും കൂടി പൊടിച്ച് വെച്ചാൽ വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്മൂത്തീസിൽ ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം, എല്ലാം നല്ലതാണ്. പിന്നെ പുറമേ അപ്ലൈ ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിലും പൗഡർ ഫോമിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ ഇതിൻ്റെ ജെല്ലാണ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്, ജെൽ ഫോമിലുള്ള കാര്യമാണ് കിട്ടുന്നത്. തലേ ദിവസം രാത്രി ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോൾ ജെല്ലി പോലെ ആയിട്ടിരിക്കും. അതിൽ നിന്നും പിഴിഞ്ഞെടുത്താൽ മതി അരിപ്പയിലൂടെ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അത് അരിച്ചെടുക്കുമ്പോൾ ജെല്ലി പോലത്തെ കാര്യം കിട്ടും. അപ്പോൾ ഏത് ഫോമിലാണെങ്കിലും ഇറ്റ്സ് എ സൂപ്പർ ഫുഡ്, മാത്രമല്ല സൂപ്പർ ഫ്രണ്ടാണ് നമ്മുടെ സ്കിന്നിന്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പ്രധാന കാര്യം. അപ്പോൾ ഞാനിത് പൗഡർ ഫോമിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല യൂത്ത്ഫുൾ ആൻഡ് ഗ്ലോയിങ് ആകാനായിട്ടുള്ള ഫസ്റ്റ് റെമഡി, ഒരു പ്രധാന കാര്യം ഇതാണ്. പിന്നെ ഒരു കാര്യം കൂടി, ആക്നെ ഫൈറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് അതിനകത്തുണ്ട് കേട്ടോ. ആക്നെ ചെറിയ കാരാകുരുവൊക്കെ വരും, അതും എല്ലാം ഇല്ലാണ്ടാക്കി തരും. എന്തായാലും ടോട്ടലി പറഞ്ഞാൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസാണ് നമ്മുടെ ഫ്ലാക്സ് സീഡിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിക്കേണ്ട ഒരു കാര്യമാണ്, ഉള്ളിൽ കഴിക്കാനാണെങ്കിലും പുറമേ അപ്ലൈ ചെയ്യാനാണെങ്കിലും ഫ്ലാക്സ് സീഡ്. ഇതിന് മുന്നേ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്, 1-2 കാര്യങ്ങളിലൊക്കെ നമ്മളത് ഉപയോഗിച്ചിട്ടുമുണ്ട്. പിന്നെ ഈ ഫ്ലാക്സ് സീഡിൻ്റെ ഓയിൽ കിട്ടും വാങ്ങാൻ. അത് കണ്ണിൻ്റെ അടിയിൽ പുരട്ടുകയാണെങ്കിൽ കണ്ണിൻ്റെ അടിയിലെ ഡാർക്ക് സർക്കിൾസ് മാറാൻ ഒരുപാട് സഹായിക്കും എന്നാണ് പറയുന്നത്. ഈ ഫ്ലാക്സ് സീഡിൽ ഒരു കാര്യം കൂടിയുണ്ട്, അതായത് സ്കിൻ വൈറ്റനിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് എല്ലാം മാറും, കുറയും, റെഡ്യൂസ്ഡായി വരും, കളറ് കൂടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്ലാക്സ് സീഡിലുണ്ട്. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ്. അരിപ്പൊടി റൈസ് ഫ്ലവറും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറ്റും. സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എക്സ്ഫോളിയൻ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ അരിപ്പൊടിയിലും ഉണ്ട്. പിന്നെ അതുപോലെ ഡീ ടാനിങ് ആണ്, പിഗ്മെൻറ്റേഷൻ മാറും, സൺ ടാൻ്റെ ദോഷമൊക്കെ പോവും, അതെല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഒരു കരുവാളിപ്പൊക്കെ വരുമ്പോൾ അതൊക്കെ മാറും ഈ സൂര്യതാപം കൊണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ വെയിൽ കാലമാണ് വരുന്നത്, അപ്പോൾ നല്ലതായിട്ട് നമ്മൾ സ്കിന്നിനെ കെയർ ചെയ്യണം, സമ്മർ കെയർ. പിന്നെ എൻ്റെ ഫേവററ്റ് ഇൻഗ്രീഡിയൻസിലൊന്നാണ് റൈസ് ഫ്ലവർ. അത് വളരെ വളരെ പ്രഷ്യസാണ് എനിക്ക്, അതുകൊണ്ട് അത് നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള കാര്യമാണല്ലോ, അതും ഇതിൽ രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ ഉപയോഗിക്കും. പിന്നെ ഒരു പ്രധാന കാര്യം കോഫിയാണ്. കോഫി പൗഡറും
എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, കോഫി പൗഡർ അഗെയിൻ ഒരു ഭയങ്കര സ്കിൻ ഫ്രണ്ടാണ്. അത് പ്രധാനമായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും, നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം മാറ്റും. അങ്ങനെ ഡെഡ് സ്കിൻ സെൽസ് മാറുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള നല്ല ഒരു കുറച്ചുകൂടി യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് കുറച്ചുകൂടി വിസിബിളായി തുടങ്ങും, കുറച്ചുകൂടി ബെറ്റർ ആകും. പിന്നെ അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഓയിൽ ഇങ്ങനെ തങ്ങി നിൽക്കാണ്ട് പോസൊക്കെ ക്ലോഗ് ചെയ്ത് ആക്നെ പിമ്പിൾസൊക്കെ വരാണ്ടിരിക്കാനും ഇങ്ങനെ ഈ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ആ സ്കിന്ന് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടിരിക്കും, അങ്ങനെ പോസ് ഒന്നും ക്ലോഗ്ഡ് ആകിയിരിക്കില്ല. പിന്നെ അതുപോലെ ടൈറ്റനിങ് ഓഫ് പോസ് ഉണ്ട് കോഫിക്ക്, അങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കൂടിയുണ്ട് ഗുണം. പിന്നെ കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കെഫെയിൻ എന്ന് പറഞ്ഞാൽ സൺ ഡാമേജ് ഒക്കെ കുറയ്ക്കുന്ന കാര്യമാണ്. അപ്പോൾ സൂര്യതാപമെല്ലാം ആയിട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് ടാൻ ആയി കഴിഞ്ഞാലും നല്ലൊരു മാറ്റം ഉണ്ടാവും. ആ ടാനൊക്കെ മാറാനായിട്ട് സഹായിക്കും. കെഫെയിൻ ഉണ്ടല്ലോ കോഫിക്കകത്ത്, അതല്ലേ പ്രധാനം. അപ്പോൾ അതിൻ്റെ ഗുണവും നമുക്ക് കിട്ടും. പിന്നെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയി ആകും, സ്കിൻ ബ്രൈറ്റൻഡ് ആകും, നല്ല കളർ വരും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആ ടാനൊക്കെ മാറുമ്പോൾ തന്നെ നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോൺ തിരിച്ച് വരും. പിന്നെ കുറച്ചുകൂടി ഒരു ബ്രൈറ്റൻഡ് ആയിട്ട് ഗ്ലോയിങ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരും. അപ്പോൾ ഫൈൻ ലൈൻസ് റിങ്കിൾസ് എല്ലാം ഒരു പരിധിയിൽ കൂടുതൽ കുറഞ്ഞേ ഇരിക്കും, അതായത് റെഡ്യൂസ് ചെയ്ത് വരും. പിന്നെ കോഫിക്കകത്ത് പോളിഫിനോൾസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനും കോഫി മുഖത്ത് പുരട്ടിയാൽ സഹായകരമായിരിക്കും. അപ്പോൾ കോഫി നമ്മുടെ സ്കിൻ കെയറിലെ ഒരു പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറ്റുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഒരാഴ്ചയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കോഫി ചേർത്തിട്ടുള്ളൊരു പാക്ക്, റൈസ് ഫ്ലവർ ചേർത്തിട്ടുള്ള പാക്ക്, പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഫ്ലാക്സ് സീഡിൻ്റെ ഉപയോഗം, ഇതെല്ലാം മസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കും, നല്ല ചെറുപ്പമായിട്ടിരിക്കും, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒന്നും വരില്ല. ഈ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കണ്ണിനടിയിൽ ചുളുക്ക് കൂടുതൽ വരിക, പിന്നെ ലൈൻസ് ചെറിയ ലൈൻസ് എല്ലായിടത്തും വരിക, പിന്നെ അതുപോലെ റിങ്കിൾസ് പോലെ വരിക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, സ്കിന്ന് പെട്ടെന്ന് ഏജ്ഡ് ആകുന്നതിൻ്റെ. അതില്ലാണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും, പ്രായം തോന്നിക്കുകയില്ല. വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് നല്ലൊരു പ്ലമ്മപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വലിഞ്ഞു പോവും, സ്കിന്ന് വളരെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു നിലത്ത് ഡ്രൈ ആയി കിടക്കുകയാണെങ്കിൽ തറ മണൽ എന്താ പറയുന്നത്, ഇങ്ങനെ ഉണങ്ങി വറ്റി വരണ്ട് കിടക്കുകയാണെങ്കിൽ അതിൽ മഴത്തുള്ളി വീഴുമ്പോൾ അതിങ്ങനെ നല്ല ഇതായി വരില്ലേ, അതുപോലെയാണ് സ്കിന്നിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ അതിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് അത് ഗ്ലോ ചെയ്യും, നല്ല പ്ലമ്മപ്പ് ആകും, കുറച്ചുകൂടി ഒരു തിളക്കവും ഒരു എന്താ പറയുക ഓജസ്സും ഒരു എന്താ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും. നല്ല ഡ്രൈ ആയിട്ട് ഉണങ്ങി വരണ്ടിരിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു കൊഴുപ്പോട് കൂടി ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചേർന്ന് വരുമ്പോൾ ഇത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് പാലാണ്. പാൽ again ഒരു അടിപൊളി സംഭവമാണ്. അതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഈ ലാക്റ്റിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നല്ല ഗുണങ്ങൾ നമുക്ക് പാലിൽ നിന്നും കിട്ടും. പിന്നെ ലാക്റ്റിക് ആസിഡ് ഉള്ള പാലിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാതെ കുറച്ചുകൂടി ഫേം ആക്കാനായിട്ട് സഹായിക്കും, നല്ലതായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും, ക്ലെൻസ് ചെയ്യാനൊക്കെ പാല് നല്ലതാണ്, നല്ല അഴുക്കൊക്കെ പോകും നന്നായിട്ട്. പിന്നെ അതുപോലെ നല്ല പോസൊക്കെ ടൈറ്റൻ ആക്കി തരും. അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് എല്ലാം കുറയ്ക്കാനും സഹായിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് മാറ്റും, ഹൈഡ്രേറ്റ് ചെയ്യും, സ്കിന്ന് പ്ലമ്മപ്പ് ചെയ്യും, പിന്നെന്താ പറയുക ആൻറ്റി ഡീടാൻ ചെയ്യും, സൂര്യൻ്റെ ആ ഒരു ടാൻ ഇഫക്റ്റൊക്കെ മാറ്റിത്തരും. പിന്നെ എന്താ പറയുക കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അങ്ങനെ ത്വരിതപ്പെടുത്തുന്ന കാര്യങ്ങൾ എല്ലാം, പിന്നെ സ്കിൻ കളറ് കൂട്ടുന്ന കാര്യമാണ്. എല്ലാ രീതിയിലും നോക്കുമ്പോഴും ഹൈഡ്രേറ്റ് എല്ലാത്തിനും ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ചേരുവകൾക്കും ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഡബിൾ ആൻഡ് ട്രിപ്പിൾ ആൻഡ് എത്ര ഇഫക്റ്റാണ് കിട്ടാൻ പോണേ അല്ലേ? അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാം. ഓക്കെ, എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് നമുക്കൊരു പാക്കാക്കി മുഖത്തിടാം. ഒരു ബൗളിലേക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, കുറച്ച് റൈസ് ഫ്ലവർ എടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. പലരും ചോദിക്കാറുണ്ട് വറുത്ത അരിപ്പൊടിയാണോ അല്ലാണ്ട് റോ ആണോ എന്ന്. ഏതാണെങ്കിലും കുഴപ്പമില്ല, റോ ആണ് ബെറ്റർ. അരിപ്പൊടി വറുത്തതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്തായാലും അരിപ്പൊടി അരിപ്പൊടി, അതിൻ്റെ ഗുണമൊക്കെ കിട്ടും. പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ ഫ്ലാക്സ് സീഡ് പൗഡർ. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവർ, ഇനി 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡർ. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഫ്ലാക്സ് സീഡ് ചില ആൾക്കാർക്ക് മാത്രം സ്കിന്നിൽ ചിലപ്പോൾ വളരെ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഇതുപോലെ പൗഡർ ഫോമിൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ
ഇറിറ്റേഷൻ ഉണ്ടാകും. അത് നോക്കുക, എന്ത് കാര്യം മുഖത്തിടുന്നതിന് മുന്നേയും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ ഈ ഭാഗത്താകാം, അതല്ലെങ്കിൽ കൈയുടെ ഈ ഭാഗത്താകാം. ഓക്കെ, കഴിയുന്നത് ഇവിടെ ആകുന്നതായിരിക്കും നല്ലത്. എന്നിട്ടൊരു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും റിയാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറിയാമല്ലോ, ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. 2 കാര്യങ്ങൾ ചേർത്തു. ഇനി നമ്മുടെ കോഫി പൗഡർ. ഇതിപ്പോൾ ഞാൻ ഒരു പാക്കറ്റ്, ചെറിയ സാഷയാണ്, ഇതിൽ നിന്ന് ഒരു പാക്കറ്റ് എടുക്കുന്നത്. ഏകദേശം 1 സ്പൂണിൽ കൂടുതൽ കിട്ടും. അപ്പോൾ കോഫി പൗഡർ ഇതുപോലെ ഒരു പാക്കറ്റിലുള്ളത് അത്ര ഇടുക. ഓക്കെ, ഇതെല്ലാ കാര്യങ്ങളും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തണുത്ത പാലാണ്, ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന പാലാണ്. അപ്പോൾ നല്ല സുഖമായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലാക്സ് സീഡ് പൗഡർ ഫോമിലാണെങ്കിലും അത് കുറച്ചൊന്ന് തിക്കാകും നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ. നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം പാലൊഴിച്ചോളൂ, ഒരു പേസ്റ്റാക്കി എടുക്കാൻ ആവശ്യത്തിന്. നമ്മുടെ ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഫ്ലാക്സ് സീഡ് പൗഡർ ആകുമ്പോഴും അത് പെട്ടെന്ന് അങ്ങോട്ട് തിക്കാകും. അതിൻ്റെ ഒരു ജെൽ പ്രോപ്പർട്ടി എന്തായാലും അകത്തുണ്ടാകുമല്ലോ. ആപ്ലിക്കേഷൻ ടൈം എങ്ങനെ ആക്കിയിട്ടുണ്ട് നോക്കിക്കോളൂ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. കണ്ണിൻ്റെ അടിയിലും എല്ലാം ഇടാം കേട്ടോ. നല്ല മണം, കോഫിയുടെ മണം ഒന്നും പറയാനില്ല. ഭയങ്കര നല്ലൊരു ഇൻടോക്സിക്കേറ്റിംഗ് ഫ്ലേവറാണ്. ഇത് കഴുത്തിലുമൊക്കെ ഇടാൻ മറക്കണ്ട. ഞാനിപ്പോൾ കഴുത്തിലിടില്ല, എനിക്കത് ഡിഫിക്കൽട്ടാണ് ഇവിടെ ഇരുന്ന് കാണിക്കുമ്പോൾ. അല്ലാണ്ട് ഞാൻ ഇട്ടോളാം. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇത് ഡ്രൈ ആകും. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, ഈ ഭാഗത്തൊക്കെ ഡ്രൈ ആയി. ഇത് ഒരു ഗുണം എന്താ വെച്ചാൽ നല്ല പേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അത് നല്ലതായിട്ട് സ്കിന്നിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. നല്ല കാര്യം ആ ഫ്ലാക്സ് സീഡിൻ്റെ ആ ഒരു ഓയിൽ കണ്ടൻറ്റും ആ ഒരു ജെല്ലും എല്ലാം കൂടി ചേർന്ന് ആ കോഫിയുടെ മണവും നമുക്ക് ഇഷ്ടമാവും. ഇങ്ങനെ ഇളകി വരുന്നുണ്ടോ? ഓക്കേ, ഇനി വാഷ് ചെയ്യാം. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എൻ്റെ മുഖത്തിനുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് കാണാം. സീ ദ ഗ്ലൂ. നല്ല എക്സ്ഫോളിയേഷൻ നടക്കുന്നുണ്ട്. ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോയി ഒരു പിങ്ക് കളറായത് കണ്ടോ. ഫ്രഷ് ആയിട്ടുള്ള എൻ്റെ സ്കിന്നൊക്കെ വിസിബിളായി തുടങ്ങി. ഓക്കെ, വാട്ട് ആൻ അടിപൊളി റിസൾട്ട്. ഒരു രക്ഷയില്ലാത്ത ബ്രൈറ്റ്നെസ്സും ഒരു എന്താ പറയുക, യൂത്ത്ഫുൾ ആൻഡ് ഹൈഡ്രേറ്റഡ്, നല്ല ഭയങ്കര ഒരു എന്താ പറയുക, തുടുപ്പ് തോന്നും നമ്മുടെ സ്കിന്നിന്. ഞാൻ നേരത്തെ നോക്കി ഇവിടെയൊക്കെ റെഡിഷായി പിങ്കായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്താണെങ്കിലും പ്രശ്നമില്ല, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ നമുക്ക് കിട്ടും. അതിൻ്റെ ടാനൊക്കെ മാറി നല്ല മനോഹരമായിട്ട് കിട്ടും. കഴുത്തിലൊന്നും ഇട്ടിട്ടില്ല, കഴുത്തിൽ രണ്ടാമത് ഞാൻ ഇട്ടോളാം. കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ കഴുത്തിലും കൂടി ഇടാനുള്ള അത്രയും ബാക്കിയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇനി ഞാനിവിടെ 2 പാത്രത്തിലാണ് വെള്ളം എടുത്ത് വെച്ചിട്ടിരിക്കുന്നത്. കുറച്ച് വലിയൊരു ബേസിനിൽ വെള്ളം എടുത്തപ്പോൾ കുഴപ്പമില്ല. ഒരു സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. നമ്മളൊരു സെൽഫ് പാമ്പറിങ് ആണല്ലോ, നമ്മുടെ തന്നെ ഒരു സെൽഫ് കെയർ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ ഒരു സന്തോഷം, അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ കൂടുതൽ സന്തോഷം. അപ്പോൾ എൻ്റെ ഡള്ളായിരുന്ന സ്കിന്ന് ഇപ്പോൾ നല്ല റേഡിയൻറ്റ് ഒരു സ്റ്റൈലിലേക്ക് വന്നു. നല്ലൊരു സോഫ്റ്റ്, എൻ്റെ ഓൾഡ് സ്കിന്നൊക്കെ പോയി കേട്ടോ. മറ്റേ ആ ഡെഡ് സ്കിൻസ് എല്ലാം പോയി. പഴയ കട്ടിയായിട്ടിരുന്നതോ അല്ലെങ്കിൽ ഇച്ചിരി മോശപ്പെട്ടിരുന്ന സ്കിന്നെല്ലാം മാറി, സ്കിൻ സെൽസ് എല്ലാം പോയിട്ട്
നമ്മൾ പോലും അറിയില്ല നമ്മൾ ഈ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണെന്ന്. കാര്യം ഇതിങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ അതിനോടൊപ്പമാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. പാർലറിൽ പോയി ഒരു പക്ഷേ നമുക്ക് ഫേഷ്യലൊന്നും ചെയ്യേണ്ടി വരില്ല. ഇങ്ങനെ ആഴ്ചയിലൊരു 3 ദിവസം ചെയ്താൽ മതി. ഓൾമോസ്റ്റ് ക്ലിയർ. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഓക്കെ അല്ലേ? ഭയങ്കര മാറ്റമില്ലേ? ഇത് എല്ലാ ദിവസമൊന്നും ചെയ്യേണ്ട കേട്ടോ. ഇത് ആഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 2 or 3 ടൈംസ് നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യാം. സ്കിന്ന് കുറച്ച് മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ അന്നേരം ചെയ്യാം. പിന്നെ അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ട് അന്ന് രാവിലെയോ തലേ ദിവസമോ ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വെയിലത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ, നമ്മൾ ഡ്രസ്സ് ചെയ്ത് പോവല്ലേ. ഒരു ക്വിക്ക് ഒരു ഫേഷ്യലിന് പകരമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ വേണമെങ്കിൽ ഇടാം. ഇത് അത്യാവശ്യം മോയ്സ്ചറൈസിങ് ആണ്. ഫ്ലാക്സ് സീഡിലെ ജെല്ലൊക്കെ ഇതിനകത്ത് മിക്സ് ആയല്ലോ, അതിൻ്റെ ഓയിലും എല്ലാ കണ്ടൻറ്റും കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ. പക്ഷേ എങ്കിലും നമ്മളെപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഒന്നുകിൽ അലോവേറ ജെല്ലോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഇട്ടാൽ മതി. എങ്ങനെയുണ്ട് സ്കിൻ? അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് എൻ്റെ സ്കിൻ കെയർ വളരെ മോശമായിരുന്നു. ഞാൻ അങ്ങനെ കാര്യമായിട്ട് സ്കിൻ കെയർ ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. നമ്മൾ യാത്രയിലൊക്കെ ആയിരുന്നല്ലോ കംപ്ലീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്ന് കുറച്ചൊന്ന് ഡാമേജ്ഡ് ആയോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നൈറ്റ് റുട്ടീനും മോർണിംഗും എല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്. രാത്രി കിടക്കുന്നതിന് മുമ്പ് വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, പിന്നെ ഒരു മോയ്സ്ചറൈസർ എല്ലാം തേച്ചിട്ടാണ് കിടക്കുന്നത് എല്ലാ ദിവസവും. കുറച്ച് ഡ്രൈ ആയതുപോലെ എനിക്ക് തോന്നി, ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. കൂൾ ക്ലൈമറ്റിലും അല്ല, UK ഭയങ്കര തണുപ്പായിരുന്നല്ലോ. എല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോൾ കുളമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ബെറ്ററായി വരുന്നു. ഞാൻ എൻ്റെ സ്കിന്ന് ഞാൻ സൂക്ഷിച്ചു തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ബ്യൂട്ടി വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഇതത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഫ്ലാക്സ് സീഡൊക്കെ വാങ്ങാൻ കിട്ടും. മേടിച്ച് ഇതുപോലെ പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ജെല്ലാക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. നമ്മളിതിങ്ങനെ മിക്സ് ചെയ്താൽ മതി. നല്ലൊരു പേസ്റ്റി ആയിട്ട് കിട്ടും. നല്ല മുഖത്തിങ്ങനെ നല്ല ഒട്ടിയിരിക്കുന്ന പോലെ റെഡിയായി വരും. അരിപ്പൊടി വീട്ടിലുള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്, പാലാണെങ്കിലും എല്ലാം. ഓക്കെ, ഇനി ഇത് പ്രത്യേകിച്ച് വൈറ്റമിൻ ഇയുടെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട. ഫ്ലാക്സ് സീഡിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് ഗുണങ്ങളാണ് ഫ്ലാക്സ് സീഡിലുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. തീർച്ചയായിട്ടും എക്സ്പെരിമെൻറ്റ് ചെയ്യണം. ഓക്കെ, എൻ്റെ കണ്ണാടി അവിടെ പോയി, കണ്ണാടിയൊക്കെ ഞാൻ മറന്നു. ഓക്കെ, എങ്ങനെയുണ്ട്? നല്ലൊരു റിസൾട്ടല്ലേ? നൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ, മറക്കണ്ട. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.